Hi guys, I am back. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പൂച്ച സാറിന്റെ ലീലാവിലാസങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകുന്നതാണ്. കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു നമ്മളെ പൂച്ച സാറിനെ ഒന്ന് റിയാക്ട് ചെയ്യാൻ. അതാണ് പിന്നെ പൂച്ച സാറിനെ ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. എന്നാ പിന്നെ ലൈക്ക് ചെയ്തേക്ക്. ലെറ്റ്സ് ഗോ. ഒരുത്തരുടെ മാസ്കലിട്ട് സെറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പൂച്ച കിട്ടൊരു പ്രാങ്ക് ആണ്. ഇന്ന് മിക്കവാറും പൂച്ച കണ്ടമായി ഓടും. പാവം പൂച്ച പേടിച്ച് കണ്ടമായി ഓടി. അതിപ്പോ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ ഈ സാധനോ? ഈ പൂച്ചാനെ പേടിച്ചിട്ടുള്ള ഈ ഓട്ടം കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. അനങ്ങാടിക്കുന്നായി ഒരാവശ്യമില്ലാണ്ട് പോയിട്ട് തോണ്ടി. ഈ പൂച്ചേന്റെ മെയിൻ പരിപാടിയാണ് തിന്നാ ഉറങ്ങാ എന്നിട്ട് എന്തെങ്കിലും പോയിട്ട് ഇങ്ങനെ തോണ്ടു. പാവം നായി അടി കൊണ്ടിട്ട് നോക്കിയാ കണ്ടിട്ട് ഇത് അന്നെ പോലത്തെ ഒരു മടിയനാണ്. ഇല്ല ഞാൻ പണിക്ക് പോവില്ല, ഞാൻ കൊന്നാലും പണിക്ക് പോവില്ല. പാവം അതിന് തിന്നിട്ട് നടക്കാൻ വരെ കഴിയുന്നില്ല. ഇങ്ങനത്തെ കുറെ പൂച്ചകളുണ്ട് ഗൈസ്. ഫുൾ ടൈം ഇങ്ങനെ കടന്നുറങ്ങും. എന്ത് സുഖല്ലേ തിന്നാ എന്നിട്ട് ഒരു പണിക്കും പോകണ്ട ഇങ്ങനെ കടന്നുറങ്ങാം. കണ്ടിട്ട് കൊതിയാന്ന്. അടുത്ത പ്രാങ്കാണ്. ഓൾറെഡി ഈ പൂച്ചയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്തോ ഈ സാധനോ? മിക്കവാറും ഈ പൂച്ചകൾ കണ്ടമായി ഓടും. എല്ലാം 4 വാർ ഓടി ഗൈസ്. പക്ഷെ ഇതേപോലെ നമ്മളെ നാട്ടിലത്തെ പൂച്ചനെ പ്രാങ്കാൻ നിന്നാ നടക്കൂല. ഞാൻ കുറെ പ്രാങ്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൂഞ്ചി പോവാല്ലാണ്ട് പൂച്ചക്ക് ഒരു റെസ്പോണ്ടും ഇല്ല. ഒരു കുഞ്ഞി പൂച്ച. എനിക്ക് ഈ കുഞ്ഞിപ്പൂച്ച തന്നെയാണ് ഭയങ്കര ഇഷ്ടം. കാരണം കുഞ്ഞിപ്പൂച്ച ഭയങ്കര കോമഡിയാണ്. അനക്കൊരു പൂച്ചനെ വായിക്കണമെന്ന് ഭയങ്കര പൂതിയുണ്ട്. പക്ഷെ പുരക്കാരെ സമ്മതിക്കുന്നില്ല ഐസ്. അത് അപ്പിയിട്ട് നാറ്റിക്കൊന്നും പറഞ്ഞു. അത് മാത്രമല്ല ഇവിടെ 2 കുഞ്ഞി പിള്ളറുണ്ട് ഐസ്. അത് ചിലപ്പോ അതിനെ തോണ്ടിയിട്ട് അത് തിരിച്ച് മാന്തിയിട്ട് അതിന്റെ കലമ്പും കൂടി അനക്ക് കൊള്ളേണ്ടി വരും. അയ്യോടാ പാവോ. എന്നാൽ ഇങ്ങനെയൊന്നും പ്രാങ്ങാൻ പാടില്ല. എന്താണ് പ്രാങ്കിന്റെ ഒരു കണക്കല്ലേ? അതും ഒരു കുഞ്ഞി പൂച്ച. പാവോ പേടിച്ച് അരണ്ടുപോയി. ഇതാണ് അത്ര ഇഷ്ടപ്പെട്ടിരിക്കും. പൂച്ച കുറച്ച് കോമഡി ആണെങ്കിലും ഇതുപോലത്തെ പ്രാങ്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലെയുള്ള പ്രാങ്കിട്ട് പൂച്ച കാട്ടറ്റാക്ക് വന്നിട്ടുണ്ട്. ആര് സമാധാനം പറയും? പാവോ പേടിച്ചിട്ട് നിക്ക് നോക്കിയേ. ചങ്കടാന്ന്. Were you sleeping? Don't meow in the middle of the night. ഈ പൂച്ച ഇയാൾ ഉറങ്ങുന്ന നേരെ ഇതേപോലെ ചെവിട്ടിന്റെ അടുക്ക് നടക്കാറാക്കിട്ടുണ്ടാവും. അതിന് പ്രതികാരം വീട്ടിയതാണ് ഗൈസ്. എന്നാലും ഇങ്ങനെ ഉറങ്ങുന്ന നേരം ഒന്ന് നടക്കാറാക്കണ്ടേ? ചില സമയത്ത് ഈ പൂച്ചകൾക്ക് മനുഷ്യന്മാർക്കാട്ടും ബുദ്ധിയാണ് ഗൈസ്. ചില സമയത്ത് മാത്രം ഒരു പണിയില്ലാണ്ട് പൊരക്കിയിരിക്കുന്നവർക്കും വല്ല സങ്കടങ്ങളും വിചാരിച്ച് പൊരക്കിയിരിക്കുന്നവർക്കും ഇതുപോലത്തെ ഒരു സാധനത്തിനെ വാങ്ങിച്ച് പൊരക്കിട്ടാൽ മതി. അപ്പൊ പിന്നെ ഈ പണിയില്ലാത്തൊക്കെ ഒരു 8ന്റെ പണിയാവും. ഇതിന്റെ കോമഡി കണ്ട് കുറച്ച് റിലാക്സേഷൻ ആവും. പക്ഷെ പോറ്റ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളെ പൂച്ച സാറ് നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പൂച്ച സാറിന് എത്ര ഫാൻസ് ഉണ്ട് നോക്കാലോ. ഇതേതാ കളി? ഇതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതല്ല, ഞാൻ പാടിത്തരാം. അന്ത് വള കുപ്പി വള എന്ത് കുപ്പി സോഡ കുപ്പി എന്ത് സോഡ അപ്പ സോഡ എന്തപ്പം നെയ്യപ്പം എന്തു നെയ് പശു എന്ത് പശു ആ കുട്ടി പശു. ഈ പ്രാങ്ക് ഞാൻ അധികം കാണാറുണ്ട്.
പക്ഷെ സത്യം പറയാലോ ഈ നാട്ടിലത്തെ പൂച്ചക്ക് ഇത് നടക്കൂല ഗൈസ്. ഇത് എന്താ ഇത് കക്കിരിയ ബണ്ടക്ക് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കില്ല. എന്തായാലും എന്റെ മമ്മി മീൻ മുറിക്കുന്ന സമയത്ത് അത് തിന്നാൻ പറ്റുന്ന കുറെ പൂച്ചകളുണ്ട്. അതിന്റെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ദിവസം ഒരു കക്കിരിക്ക വെച്ച് നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ മൂഞ്ചി പോയല്ലാണ്ട് ഒരു പിണ്ണാക്കൊന്നും നടന്നിട്ടില്ല. എനിക്കൊന്ന് നമ്മളെ നാട്ടിലത്തെ പൂച്ചക്ക് ഈ കക്കിരിയും ബണ്ടക്കും കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട് തോന്നുന്നു. ഇതുപോലെ പ്രാങ്ക് ചെയ്തിട്ട് വിജയിച്ച് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇതിന്റെ ഓട്ടക്കാടാണ് ഭയങ്കര കോമഡി. ഇതുപോലത്തെ വേറെ രണ്ടുമൂന്ന് പ്രാങ്ക് ഉണ്ട്, അതും കൂടി നോക്കാം. എന്നാൽ ഇതെന്താ സാധനം ആർക്കും മനസ്സിലായിക്കില്ല. ഇതും ആയിരിക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കൊന്ന് ഞാനന്ന് ഇതിന് പകരം കക്കിരിക്ക വെച്ചോണ്ടാന്ന് ഒന്ന് പ്ലാൻ നടക്കാണ്ടിരുന്നത്. എന്തായാലും ഇതിൽ ഈ പൂച്ച ഈ സാധനം കണ്ടിട്ട് പേടിച്ചിട്ടില്ല, ആ സൗണ്ട് കേട്ടിട്ടാണ് പേടിച്ചത്. ഈ പൂച്ചകൾക്ക് ഭയങ്കര ആ സ്പീഡാണ് ഗൈസ്. ആ സ്പീഡില്ലേ, ആ സ്പീഡ് തന്നെ അത് ഭയങ്കര കൂടുതലാണ് ഗൈസ്. കണ്ടാ നിന്ന നിപ്പില് സ്പ്രിങ് പോയ പോലെ പോയത്. എന്തുകൊണ്ടാണ് ഈ സാധനത്തിന് ഈ പൂച്ചക്ക് ഇത്രക്ക് പേടിയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ നാട്ടിൽ ഈ സാധനം നടക്കൂല. ഈ നാട്ടിലത്തെ പൂച്ചകളെല്ലാം ഭയങ്കര ബുദ്ധിമാറാണ്. ഇവിടുത്തെ പൂച്ചക്ക് ഈ ക്യാരറ്റും മണ്ടക്കലും കണ്ടാ തിരിച്ചറിയും. ഞാൻ പറയില്ല ഇതിന്റെ ഓട്ടം പേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓട്ടം കാണാനാണ് ഏറ്റവും വലിയ കോമഡി. എനിക്ക് എന്തായാലും ഈ കക്കിരി പോലത്തെ സാധനം വാങ്ങിക്കണം. എനിക്ക് എനിക്ക് ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കണം. എന്തായാലും മൂഞ്ചു വന്നാലും ഒന്ന് പരീക്ഷിക്കണം. എടാ ഭീകരാ, ഒരെണ്ണം പോലും മിസ് ചെയ്യാണ്ടാണ് മുക്കി മുക്കി ഇടുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പൂച്ചയാണ്. ഇവിടുത്തെ പൂച്ചയിലെ കണ്ടെത്തി കൊയ്യും കുച്ചിട്ട് അപ്പിട്ട് മണപ്പിച്ചിട്ട് പോകും. ആ കണക്കിന് ഇവൻ ഭീകരനാണ്. കണ്ട ഒരെണ്ണം പോലും മിസ്സായി പോകുന്നില്ല. അയ്യോ പാവം പൂച്ച, എന്നെ കൊല്ലല്ല കൊല്ലല്ലാന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പാവ രണ്ടാൾക്കാരെല്ലാം പിടിച്ചു വെച്ചിട്ട് കുണ്ടിക്ക് സൂചി വെച്ച് പൂച്ചക്ക് എണീച്ച് രണ്ടെണ്ണം ഒറ്റയടക്കം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് ചിലപ്പോൾ രണ്ടെണ്ണം കൊണ്ടിട്ടുണ്ടാവുന്നു. അപ്പൊ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. എന്റർടൈൻമെന്റ് ഇല്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്റെ കഴിഞ്ഞ മോജോ റിയാക്ഷൻ വീഡിയോ കുറെ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അതെന്താന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്താന്ന് അറിയില്ല ഗൈസ്, ആ വീഡിയോക്ക് ഭയങ്കര വ്യൂസ് കുറവാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ടാറ്റ.